രാഷ്ട്രീയ ജനതാദൾ നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് മൂത്ത മകൻ തേജ് പ്രതാപ് യാദവിനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കി. താൻ ഒരു യുവതിയുമായി പ്രണയത്തിലാണെന്ന് തേജ് പ്രതാപ് യാദവ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ലാലു പ്രസാദ് യാദവിന്റെ ഈ അസാധാരണ നടപടി. തേജ് പ്രതാപിനെ RJDയിൽ നിന്നും 6 വർഷത്തേക്കാണ് പുറത്താക്കിയത്. മൂത്ത മകന്റെ പ്രവർത്തനങ്ങളും പൊതുരംഗത്തെ നിരുത്തരവാദപരമായ പെരുമാറ്റവും ഞങ്ങളുടെ കുടുംബ മൂല്യങ്ങൾക്കും സംസ്കാരത്തിനും നിരക്കുന്നതല്ല. അതിനാൽ ഞാൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കുന്നു. ഇനി മുതൽ അദ്ദേഹത്തിന് പാർട്ടിയിലോ കുടുംബത്തിലോ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ അവഗണിക്കരുത്. സാമൂഹ്യ നീതിക്കായുള്ള നമ്മുടെ കൂട്ടായ പോരാട്ടത്തെ അത് ദുർബലപ്പെടുത്തുമെന്നും ലാലു പ്രസാദ് യാദവ് എക്സിൽ കുറിച്ചു. തേജ് പ്രതാപുമായി ബന്ധം പുലർത്തുന്നവർ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുഷ്ക യാദവ് എന്ന യുവതിയുമായി താൻ കഴിഞ്ഞ 12 വർഷമായി പ്രണയത്തിലാണെന്നും ഈ ബന്ധം ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും 37-കാരനായ തേജ് പ്രതാപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. ഈ പോസ്റ്റിന് പിന്നാലെ 2018-ലേറെ ആഘോഷപൂർവ്വം നടന്ന തേജ് പ്രതാപിന്റെ ആദ്യ വിവാഹവും അതിന് തകർച്ചയും വീണ്ടും ചർച്ചയാവുകയായിരുന്നു. മുൻ ബീഹാർ മുഖ്യമന്ത്രി ദരോഗ റായിയുടെ ചെറുമകൾ ഐശ്വര്യയാണ് തേജ് പ്രതാപ് വിവാഹം കഴിച്ചത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാരോപിച്ച് ഐശ്വര്യ വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു. മകളുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഐശ്വര്യയുടെ പിതാവും മുൻ മന്ത്രിയുമായ ചന്ദ്രിക റോയ് RJD വിട്ടിരുന്നു. ഇരുവരുടെയും വിവാഹമോചന ഹർജി ഇപ്പോഴും കുടുംബ കോടതിയുടെ പരിഗണനയിലാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 5 മാസം മാത്രം ശേഷിക്കെ RJDയിൽ ലാലു പ്രസാദ് അതിനുശേഷം ആരെ എന്ന പിന്തുടർച്ചാവകാശ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പുറത്താക്കലും. ഇളയ മകൻ തേജസ്വി യാദവിന് പാർട്ടിയിലും അധികാരത്തിലും സുഗമമായ മുന്നേറ്റം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ലാലു പ്രസാദ് യാദവിന്റെ ഈ നീക്കമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു.